നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. മദ്യശാല തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഒപ്പം ഈ പ്രദേശത്തെ നിരവധി ആളുകളും ചേരുന്നുണ്ട്. ഏതായാലും ആദ്യം തന്നെ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനോദ് കുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് നിലവിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഈ മദ്യ ഇതുമായി ബന്ധപ്പെട്ട്? കഴിഞ്ഞ 100-150 ദിവസങ്ങളായിട്ട് ഞങ്ങൾ സമരത്തിലാണ്. ഞങ്ങൾ ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഇവിടെ ഈ ബിൽഡിങ്ങോട് ചേർന്ന് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ സ്വൈര്യജീവിതം തടസ്സപ്പെടുന്ന രീതിയിലാണ് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കാട് പിടിച്ച പ്രദേശങ്ങൾ, ഈ ഭാഗത്ത് അങ്ങനെ ഷോപ്പ് തുടങ്ങുമ്പോൾ ആ സ്ഥലം ദുരുപയോഗം ചെയ്ത് ക്രിമിനലുകളും മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളും വന്നിട്ട് ഇതിലൂടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി ഞങ്ങൾ സമരത്തിന് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, തൊട്ടടുത്താണ് എഞ്ചിനീയറിംഗ് കോളേജ്, ആ കുട്ടികളൊക്കെ ഇതിനടുത്താണ് താമസിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനം ചെറുവത്തൂരിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡിൻ്റെ. അവിടുന്ന് ബന്ധപ്പെട്ട ആളുകൾ പണം വാങ്ങിയിട്ടാണ് ആ സ്ഥാപനം അവിടെ പൂട്ടിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകൾ പണം വാങ്ങിയിട്ട് പൂട്ടിച്ച സ്ഥാപനം, ചെറുവത്തൂരിൽ പൂട്ടിച്ച സ്ഥാപനം അവരുടെ ഒരു കേന്ദ്രമായ ചീമേനിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെ ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 150 ദിവസമായി ഇവിടുത്തെ സ്ത്രീകളെയും നാട്ടുകാരെയും ജനങ്ങളെയും മൊത്തം അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തു തന്നെയായാലും ഈ പ്രദേശത്ത് ഇത് സ്ഥാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ആളുകളിൽ തൊട്ടടുത്തൊരു ബിൽഡിംഗ് നോക്കിയിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ജനവാസ കേന്ദ്രത്തിലാണ്. അപ്പോൾ മദ്യശാലക്കെതിരെ മദ്യശാല തുറന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് ഞങ്ങളെതിരല്ല, ഗവൺമെൻറ് സ്ഥാപനം സ്ഥാപിക്കുന്ന എതിരൊന്നുമല്ല. പക്ഷേ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു സുരക്ഷയും ജീവനും, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒരുപാട് ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുകയാണ് മദ്യത്തിൻ്റെയും അതുപോലെ ലഹരിയുടെയും മറവിൽ. അപ്പോൾ നമ്മൾ ഈ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ സ്ഥാപനം എന്ത് തന്നെ തുറക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ വേറെ എവിടെയായാലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഗവൺമെൻറ് എല്ലാ നോംസും പാലിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് എതിരില്ല. പക്ഷേ ഈ പഞ്ചായത്ത് ഈ പ്ലാന്റേഷൻ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റേഷൻ്റെ പരിധിയിൽ ഇല്ല റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോംസും പാലിക്കാതെയുള്ള ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രമാണ് സമരസമിതിക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത്. ഈ എല്ലാ നഗരങ്ങളിലും ഈ ബിവറേജ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ് ഉണ്ട്. എന്താണ് ഈ ചീമേന് മാത്രം ഇങ്ങനെ ഒരു എതിർപ്പ് കൊണ്ടുവരാനുള്ള ഒരു കാരണം? ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ അവരുദ്ദേശിക്കുന്ന ബിൽഡിങ്ങോട് തൊട്ട് ചേർന്നിട്ടാണ് ഒരു 10 മീറ്ററിനുള്ളിലാണ് ഇത്ര വീടുകൾ, ആളുകൾ താമസിക്കുന്ന വീടുകൾ, ഒറ്റയ്ക്ക് സ്ത്രീകൾ താമസിക്കുന്ന വീടുണ്ട് തൊട്ട് പിറകിൽ. പ്ലാന്റേഷൻ്റെ ഒഴിഞ്ഞ സ്ഥലം, ഈ സ്ഥലത്ത് കൂടിയാണ് ചീമേനി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത്. ചെറിയ മക്കളൊക്കെ നടന്നു പോകുന്ന വഴിയാണ്, സ്ത്രീകൾ നടന്നു പോകുന്ന ടൗണിലേക്ക് സ്ത്രീകൾ നടന്ന വഴിയാണ്. ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ, മറ്റുള്ള ആളുകൾ, ഇവിടെ മദ്യപിക്കാൻ വരുന്ന ആളുകളൊക്കെ അവർക്ക് ഒരു ഭീഷണിയാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാണ്ട് ഈ ബിവറേജ് സ്ഥാപനം വരുന്നതുകൊണ്ട്, ഞങ്ങൾക്ക് മദ്യശാല വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് ആ സ്ഥാപനം കൊണ്ട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ ഇവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ വേണം തുടങ്ങിക്കോളൂ, ഞങ്ങൾക്ക് തർക്കമില്ല, ഗവൺമെൻറ്റോട് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. പക്ഷേ നിങ്ങൾ ചെറുവത്തൂരിൽ തുടങ്ങിയ സ്ഥാപനം ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഒരു എതിർപ്പുമില്ലാതെ, ഒരു പ്രാദേശികമായ എതിർപ്പോ എതിർപ്പുമില്ലാതെ അവിടെ തുറന്ന സ്ഥാപനം ഒരു ദിവസം കൊണ്ട് പൂട്ടിച്ചിട്ട് ആ സ്ഥാപനം ചീമേനിയിൽ ഞങ്ങൾ നെഞ്ചത്ത് കൊണ്ടുവെക്കാമെന്ന് വെച്ചാൽ ഒരു രീതിയിൽ ഞങ്ങൾ സമ്മതിക്കില്ല. പണം വാങ്ങിയവൻ അവൻ്റെ വീട്ടിനടുത്ത് കൊണ്ട് വെച്ചോട്ടെ. ഏത് പാർട്ടിക്കാരനെ പണം വാങ്ങിയ, ഏത് പാർട്ടിയുടെ നേതാവാണ് പണം വാങ്ങിയാൽ അവൻ്റെ വീട്ടിൻ്റെ സമീപത്തോട് സ്ഥാപിച്ചോട്ടെ, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷെ നിങ്ങൾ പണം വാങ്ങിയിട്ട് അവിടെ പൂട്ടിച്ച സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാൽ ഞങ്ങൾ ആ സമരവുമായി മുന്നോട്ട് പോകും. ഈ 100 ദിവസത്തിലധികമായി ഇപ്പോൾ സമരം എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതിയുമായി ഈ പഞ്ചായത്ത് ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്? മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ അല്ല അവർക്ക്? അല്ല, അവരൊരു രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കും. അവരിപ്പോൾ അവരെ യൂണിയനിൽപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ ഫാക്ടറിക്ക് ജോലി കിട്ടേണ്ടത്. അപ്പോൾ അവരതിന് സപ്പോർട്ട് ചെയ്യും, അവർ യൂണിയൻ സമ്മർദ്ദം ഉണ്ടാവും. അവർക്ക് നാട്ടുകാരെ വിഷയമാണെങ്കിൽ ഒരു എതിർപ്പുമില്ലാത്ത ചെറുവത്തൂർന്ന് പൂട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ആർക്കും ഒരു പ്രതിഷേധം ഉണ്ടായില്ല, ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ആ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ച സ്ഥാപനം ഒറ്റ ദിവസം കൊണ്ട് 7 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടായ സ്ഥാപനം ഒരു ദിവസം കൊണ്ട് പൂട്ടിച്ചത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾ ആദ്യം പറയും, ഗവൺമെൻറ് അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അത് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ആരെ താല്പര്യപ്രകാരമാണ് അത് പൂട്ടിയത്, ആരാണ് അതിനകത്ത് പണം വാങ്ങിയത്, ആരാണ് അത് അഴിമതി കാണിച്ചത്, കൃത്യമായിട്ട് പറയട്ടെ. നിങ്ങളുടെ പാർട്ടി കേന്ദ്രത്തിൽ വേണ്ടാത്ത സ്ഥാപനം നിങ്ങൾ പണം വാങ്ങിയിട്ട് ഞങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, സ്ത്രീകളും കുട്ടികളടക്കമുള്ള എല്ലാവരും കഴിഞ്ഞ 150 ദിവസമായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് സമരത്തിന് പറയുള്ളത്.
ഈ സ്കൂള് അതുപോലുള്ള മറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വരുന്ന മദ്യശാലയ്ക്ക് തൊട്ടടുത്തായി ഉണ്ട്? തൊട്ടടുത്ത് ഒരു 180 മീറ്ററിനുള്ളിൽ ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയുണ്ട്, ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ചീമേനി എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഇതൊക്കെയും തൊട്ടടുത്താണ്. അമ്പലങ്ങൾ, ഒരുപാട് അമ്പലങ്ങൾ, പള്ളികളെല്ലാം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന പ്രദേശമാണ്. ഒറ്റപ്പെട്ട പ്രദേശം എവിടെ തുടങ്ങുന്ന ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഞങ്ങളുടെ മെയിൻ കൺസേൺ ഈ സാധാരണക്കാരായ ആളുകൾ പോകുന്ന വഴി, കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടാകുന്ന സമയമല്ലേ, ചെറിയ കുട്ടികളൊക്കെ ഇതിനകത്ത് ഈ ഒറ്റപ്പെട്ട പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിലാണ് നടന്നിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ ജീവിതത്തിനും അവരെ സംരക്ഷണം എന്നാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. അതുപോലെ തന്നെ ഇത് വേറെ ആൾ കൂട്ടിച്ച് പൈസ വാങ്ങിയ സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ വേണ്ട. അത് അവർ തന്നെ ചെറുവത്തൂരിൽ തന്നെ ആരാ പണം വാങ്ങിയത്, ആരാ അതിന് നേതൃത്വം കൊടുത്ത് അവരെ വീട്ടിൽ സമയത്തിന് സ്ഥാപിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ചെറുവത്തൂർ ഇത് അടച്ചുപൂട്ടി ചീമേനിലേക്ക് വരാൻ കാരണം? ചെറുവത്തൂർ ജനകീയ പ്രതിഷേധം ഉയർന്നുകൊണ്ടാണ്? ചെറുവത്തൂർ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ചെറുവത്തൂർ ഈ കൺസ്യൂമർ ഫെഡ് സ്ഥാപനം ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധവും നിങ്ങൾ പത്രക്കാർക്ക് അറിയാലോ, ഏതെങ്കിലും പത്രത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു പ്രതിഷേധവും ജനങ്ങളുടെ ഒരു എതിർപ്പുണ്ടായിട്ടില്ല. ഒരു ദിവസം പ്രവർത്തിച്ചു, അംഗീകാരത്തോടെ ഒരു ദിവസം പ്രവർത്തിച്ചു. നെക്സ്റ്റ് ഡേ പൂട്ടണമെങ്കിൽ ആരെ സമ്മർദ്ദമായിരിക്കും? പണം വാങ്ങി ഉത്തരം പറയട്ടെ, ഉത്തരം പറഞ്ഞിട്ട് ചെറുവത്തൂർ അത് സ്ഥാപിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ചെറുവത്തൂർ പണം വാങ്ങി സ്ഥാപിച്ചവൻ, ആടുന്ന് പൂട്ടിച്ചവൻ അത് സ്ഥാപിക്കട്ടെ, എന്നിട്ട് നമുക്ക് മറുപടി പറയാം. ചീമയിൽ ഈ സ്ഥാപനം സ്ഥാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്ത് തന്നെ വന്നാലും ചീമയിൽ സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. മദ്യശാല വന്നാൽ നമ്മളുടെ കുറേ കുടുംബമുണ്ട്, അവർക്കെല്ലാം വിഷമമാണ്. പിന്നെ നമ്മൾ ഇത്രയും കാലം ഇവിടെ സമരം ചെയ്തു, ആ സമരം ഇന്നും വിജയിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി ഇത് ഒന്നാമത് ഈ ചീമേനി എന്ന് പറയുന്ന ഒരു ദേവഭൂമിയാണ്. എല്ലാ ചുറ്റും അമ്പലങ്ങളാണ്. ആ അമ്പലത്തിൽ ഒരു വിഷ്ണുമൂർത്തിയുടെ അടുത്താണെങ്കിൽ 11 ദിവസം ഉത്സവമാണ്. നമ്മൾ 2 മണി 1 മണി അങ്ങനെയല്ലാന്ന് പോയിട്ട് വരികയെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ചീമേനി ഇത് വേണ്ട നമ്മൾ പറയുന്നില്ല. എവിടെയും ആളില്ലാത്ത സ്ഥലത്തേക്ക് പോയിക്കോട്ടെ, നമുക്കിവിടെ ചീമേനി വേണ്ടാന്നേ നമ്മൾ പറയുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. വയസ്സായ അമ്മയും ഞാനും, മക്കൾ 2 ആളുമില്ല, ഭർത്താവില്ല, അങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പം ഞാൻ മുമ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു തിയേറ്റർ നൃത്തം. അപ്പം ഇതും കൂടി വന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ പറ്റൂല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ബീവറേജുകൾ ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. എന്തുകൊണ്ട് ചീമേനി മാത്രം? ചീമേനി തന്നെ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ പറയുന്നതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇവിടെ പറ്റൂല. നമ്മളിപ്പോൾ സ്കൂളിലും ഞാനിപ്പം ദിവസം വരുന്നതാണ്, ഡെയിലി അതിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇപ്പം വെള്ളം കുടിയന്മാരെ ശല്യമാണ് ഒരുപാട്. നമുക്കിപ്പം പെട്ടെന്നൊരു ബസ്സിന് എത്തിപ്പെടണമെങ്കിൽ ഞാൻ ഇല്ലേ മുറിയത്തിലാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ആടെ ഭയങ്കര ശല്യമാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ വളഞ്ഞു പോകുമ്പോൾ ചില സമയം ബസ് അങ്ങ് പോകും. ആ സമയത്തെല്ലാം ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഇപ്പം അധികം കാണുന്നത്. ഞങ്ങൾ എത്രയോ പോലീസിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സംഭവം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് നമ്മൾ ആടെ എത്തിയതിന് ശേഷം നമ്മൾ ആരും കാണുന്നില്ല, പിന്നെ നിങ്ങൾ ആടെ ഇല്ല ദിവസം നിങ്ങൾ വിളിക്കുന്നില്ല മറ്റേ. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരെ. എന്നിട്ട് അവർ വന്നു പറഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത് നമ്മളോട്. എന്നാലും നമ്മൾ അധികം ഇത് കാണുന്നുണ്ട്. ഇന്നലെ വരെ ഞാൻ കണ്ട സംഭവമാണ്. അതുകൊണ്ട് അതെന്തായാലും ഇവിടെ പറ്റൂല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ പഞ്ചായത്തോട് നിങ്ങൾ എന്താണ് ഇപ്പം പറയാനുള്ളത്? പഞ്ചായത്ത് ഈ പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്, എന്താണ് പഞ്ചായത്തോട് പറയാനുള്ളത്? പഞ്ചായത്തോടും തന്നെ പറയാനില്ലേ, നമുക്ക് കർശനമായിട്ടും വേണ്ടാന്നില്ല തീരുമാനം തന്നെ പറയാം. എവിടെയായാലും പ്രശ്നമില്ല, അത് പറ്റൂല എന്നേ പറയുന്നു. എനക്കും ലീനേച്ചി പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത്. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തും ഞാനും കുറേ അനുഭവിച്ചതാണ് ഈ പ്ലാന്റേഷൻ്റെ. നമ്മൾ എളുപ്പ വഴി പോകാൻ പലപ്പോഴും ചില സമയം പ്ലാന്റേഷനുള്ളിലോ കൂടെ ആയിരിക്കും പോകുന്നത് ബസ് കിട്ടാൻ വേണ്ടി. ഞാനും ഇതേ ഒരു എൻ്റെ അനുഭവം ഉണ്ട്, എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഇതാണെങ്കിൽ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് നമ്മളോട് നിങ്ങൾ നോക്കുക, അവിടെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോയ സംഭവവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ചുറ്റുപാട് എല്ലാവർക്കും അറിയുന്നതാണ്, പ്ലാന്റേഷൻ ഏരിയ ആണ്. ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണെങ്കിലും ഇരുന്ന് കുടിക്കാനും അവരെല്ലാ തോന്നിയാസം നടത്താനും അതിലെ ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതിനെ എതിർക്കുന്നത്. നമുക്ക് ഇവിടെ വീട്ടിൻ്റെ അടുത്താണ്, പിള്ളേർ ചെറിയ കുട്ടികളെല്ലാം ഉണ്ട്. വീട്ടിൻ്റെ അടുത്താകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും വെള്ളം കുടിയന്മാരെല്ലാം വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. റോഡ് ആൾക്കാരില്ലാത്ത റോഡ് സൈഡിന് എത്രയോ ബിൽഡിങ്ങുകളില്ലേ, അവിടെ എടുത്താൽ പോരെ ഇത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. സമരം മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഈ മദ്യശാല വേണ്ട, ബീവറേജ് വേണ്ട. കാരണം സുരക്ഷിതം തന്നെയാണ്. ചുറ്റുപാടുള്ള വീട്ടുകാരുടെയും അതുപോലെ സ്കൂൾ കുട്ടികളുടെയും വയസ്സായ പെണ്ണുങ്ങളുടെയും മറ്റു വഴിയാത്രക്കാരുടെയൊക്കെ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പം ബിൽഡിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാടകക്കാർക്ക് അത് കൊടുക്കാമെന്നേ ഉദ്ദേശമുള്ളൂ. അതായത് പൈസ സമ്പാദിക്കുക, അവർക്കത് കൊടുത്ത് അവർക്ക് പോകാം. അവൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ബാക്കിയുള്ളവരെല്ലാം അനുഭവിക്കേണ്ടത്. അതൊരു മെയിൻ പോയിൻ്റാണ്. അപ്പം ഞങ്ങൾ ഇത് ഒരു വിധത്തിലും അനുവദിക്കാൻ
ചെയ്യൂല, അനുവദിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതിയുമായി എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പോലുള്ള ഉദ്യോഗസ്ഥരടക്കം മുന്നോട്ട് പോകുന്നത്? ഇത്രയും വലിയ എതിർപ്പ്, 100 ദിവസത്തിലധികമായി സമരം. അതെ, കാരണം ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫോഴ്സ് ആയിരിക്കാം, നിർബന്ധം, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് മസ്റ്റ് നടത്തണം എന്നുള്ള രാഷ്ട്രീയക്കാരുടെ തലയെടുപ്പ്, അങ്ങനെ ഒരു വലിയ ചിന്താഗതി ഉണ്ട്. നമുക്ക് ഈ സമരസമിതിക്ക് ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ ഇതിൽ? സമരസമിതിക്ക് മൊത്തം നാട്ടുകാരാണ് ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. സമരസമിതിക്ക് രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇതിലുണ്ട്. അപ്പം നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിർദ്ദിഷ്ട മദ്യ വിൽപ്പനശാലക്കെതിരെ 6-7 മാസമായിട്ട് ഇവിടെ സമരം തുടങ്ങിയിട്ട് 6-7 മാസമായി. ഇനിയും ശക്തമായ സമരവുമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ മദ്യശാല വരുന്നതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള നേരിടുന്ന ബുദ്ധിമുട്ട്? അതായത് ഇവിടെ ജനങ്ങൾ, കുട്ടികളും എല്ലാം തന്നെ ഇവിടെ ഇതിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, പല സ്ഥലങ്ങളിലും മദ്യം, മയക്കുമരുന്നും കൊണ്ട് ആളുകളെ കൊല്ലുകയും മക്കളെ അച്ഛൻ അമ്മയും കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ വിൽപ്പനശാല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ അക്രമമായിട്ട് ജനങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ നടത്താതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത, ജനങ്ങളുടെ ദ്രോഹിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് കയ്യൂർ ചീമേനി പഞ്ചായത്ത് നടത്താനുള്ള ഭരണാധികാരിയുടെ ആ ഇച്ഛാശക്തി ആണ് നമ്മൾ കാണുന്നത്. കാരണം എത്രയോ നല്ല പദ്ധതികൾ ഇവിടെ IT പാർക്കുകളുണ്ടായിരുന്നു, വ്യാപാര സമുച്ചയം ഉണ്ടാക്കാനുള്ള തീരുമാനമുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും ചുറ്റുമതിലുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചുറ്റുമതിൽ കെട്ടിയിട്ട് അനാഥമായി കിടക്കുകയാണ്. ഇപ്പോൾ അതൊരു സൂസൈഡ് പോയിൻ്റായി മാറിക്കിടക്കുന്നു. അവിടെ കഴിഞ്ഞ 2 വർഷം മുമ്പേ ഒരു പ്രവാസി അവിടെ തൂങ്ങി മരിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെറുതെ അനാഥമായി കിടക്കുമ്പോൾ ഈ വേണ്ടാത്ത ഒരു മദ്യവിൽപ്പനശാലയും അതുപോലെ തന്നെ ആണവ നിലയങ്ങളും പിന്നെ മാലിന്യ പ്ലാന്റുകൾ, ഇങ്ങനെ അനാവശ്യമായുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്രയും നല്ലൊരു ചീമേനിയെ, ദൈവസന്നിധിയായ ഒരു ചീമേനി, അതും മനുഷ്യരുടെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു നാടാണ് ചീമേനി. ഇതുവരെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളില്ലാത്തൊരു നാട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു മദ്യ വിൽപ്പനശാല ചീമേനിയിൽ തുടങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒറ്റ ഒരു ദുരുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്യ വിൽപ്പനശാല ചീമേനിയിൽ കൊണ്ടുവരുന്നത്. ഇതിനെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുന്നു. കാരണം നമ്മൾ 7 മാസത്തോളമായി ഞങ്ങൾ ഈ സമരപന്തലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയും എല്ലാ അമ്മമാരും കുട്ടികളടക്കം ഇവിടെ സമരത്തിൽ തന്നെ ഉണ്ടാകും. ഏതറ്റം വരെയും ഈ മദ്യശാല ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് വരെ ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ചീമേനി എന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം, ക്ഷേത്രങ്ങളെ ഒരു സമുച്ചയങ്ങളാണ്. വിഷ്ണുമൂർത്തി ക്ഷേത്രങ്ങളായി വലിയ വീട് തറവാട്, ശ്രീ മുത്തപ്പൻ മടപ്പുര, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പിന്നെ മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻസിൻ്റെ പള്ളികൾ എല്ലാം ഒത്തണി ഒരു 1/2 കിലോമീറ്ററിൻ്റെ അകത്ത് ചുറ്റളവിലാണ് ഈ ഇങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ഒരു മദ്യ വിൽപ്പനശാല കൊണ്ടുവരണം എന്നുള്ള ഒരു ദുരുദ്ദേശം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നതും. പിന്നെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഈ കണ്ടാലറിയാം ഈ റോഡിൻ്റെ ഒരവസ്ഥ, ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥകളും. ഈ കയ്യൂർ ചീമേനി റോഡിൽ തന്നെ ഇത് താമസിക്കണമെന്ന് എന്താണ് ഒരു ദുരുദ്ദേശം, അത് വാശി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചീമേനി പഞ്ചായത്തിൽ തന്നെ, കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ജനവാസം ഇല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ റോഡ് സൈഡിൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തേടി പിടിച്ച് അവിടേക്ക് മാറ്റുന്നതിന് ഒരു കുഴപ്പവും നമുക്കില്ല. ബീവറേജ് വരുന്നതിനെ പറ്റി നമുക്ക് എതിർപ്പില്ല. പക്ഷേ നമ്മുടെ ഈ പർട്ടിക്കുലറായി ഈ പ്ലേസ്, ഈ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള കയ്യൂർ ചീമേനി ഈ റോഡ് വക്കിൽ തന്നെ അത് സ്ഥാപിക്കണം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഏതായാലും മദ്യ വിൽപ്പനശാലയ്ക്ക് ചീമേനി നിവാസികൾ എതിരില്ല. പക്ഷേ അവരുടെ ആശങ്ക അകറ്റി ജനവാസ മേഖല എല്ലാ സ്ഥലങ്ങളിലേക്ക് ഈ മദ്യശാല മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്തായാലും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇനിയും തുടരും. ഇനിയും ആളുകൾ പ്രതികരിക്കാറുണ്ട്. ഒരു ചെറിയ ഇടവേള. ജനവാസ മേഖലയിൽ മദ്യശാല വരുന്നതിന് ശക്തമായ എതിർപ്പുമായാണ് ചീമേനി നിവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേർ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ആദ്യമായി ഈ മദ്യവിൽപ്പനശാലയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഇത് ജനവാസ കേന്ദ്രമാണ്. നിറയെ കുട്ടികൾ, സ്കൂൾ കുട്ടികളും എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളൊക്കെ ഈ പ്രദേശത്തു കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സമരമുറയുമായി മുമ്പോട്ട് പോവുകയാണ്. ഇതൊരിക്കലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയർമാൻ വിശദീകരിച്ചു കഴിഞ്ഞു.
ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇപ്പോൾ ഒരുപാട് മദ്യശാലകൾ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ മദ്യത്തിനോട് കിട്ടുന്ന വരുമാനം മറ്റുമൊക്കെയാണ്. ഈ മദ്യശാല എന്തായാലും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ഈ ചീമേനിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? പ്രധാനമായും സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത്? ഈ പ്രദേശവാസികൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളാണ്. കാരണം ഈ കുടിയന്മാരും മറ്റുള്ള നിറയെ വേസ്റ്റ് ഇതിൽ നിന്ന് വരും എന്നുള്ള ബോട്ടിൽസ് ഇതൊക്കെ ഈ പ്രദേശത്ത് വരുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇത് ഒരു ജനദ്രോഹപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് അനുവദിക്കാത്തത്. നമ്മളിവിടെ ഒരു മദ്യവില്പനശാലയ്ക്കെതിരെ ഏകദേശം 192 ദിവസമായിട്ട് സമരത്തിലാണ്. 2024 ജൂലൈ 24 നമ്മൾ ആദ്യമായിട്ടൊരു പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മദ്യവില്പനശാല ആരംഭിക്കുന്നതിനെതിരെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ ഇന്ന് തൊട്ടടുത്തുള്ള നിവാസികളാണ് ഇത്തരത്തിലുള്ള വിഷയം ഈ പൊതുസമൂഹത്തെ അറിയിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നുണ്ട്, എല്ലാ ടൗണിനകത്തും മദ്യവില്പനശാലകളില്ലേ, എന്തേ ചീമേനിയിൽ ഇത് പറ്റാത്തത് എന്നുള്ള ചോദ്യമുണ്ട്. മറ്റ് ടൗണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചീമേനി ടൗൺ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ചെറിയ ടൗൺ, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളവും വീതിയും മാത്രമുള്ള ഒരു ടൗണാണ് ചീമേനി. അതിന് തൊട്ടടുത്ത എല്ലാ പ്രദേശങ്ങളിലും ഒഴിഞ്ഞ പ്ലാന്റേഷൻ കാടുകൾ, അതായത് റവന്യൂ ഭൂമിയാണ്, പ്ലാന്റേഷൻ കൈവശമുള്ള ഭൂമികളാണ്. ഏകദേശം 2000 ഹെക്ടറിന് മുകളിൽ ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ കശുമാവൻ തോട്ടങ്ങളും കാടുകളും അടങ്ങിയ പ്രദേശമാണ്. അപ്പോൾ ഈ പ്ലാന്റേഷൻ ഭൂമിയിലൂടെയാണ് ഈ നാട്ടിലത്തെ കുട്ടികളായാലും മറ്റുള്ള ആളുകളും അവരുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം നടന്നു പോകുന്നത്. അത്തരത്തിൽ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഈ ടൗണിൽ നിന്നും മദ്യം വാങ്ങിയ ആളുകൾ ഇത്തരത്തിൽ ഒഴിഞ്ഞ പറമ്പുകൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ നിന്നും മദ്യപിക്കുകയും ആ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നേരെയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആക്രമണം അഴിച്ചുവിടാൻ സാഹചര്യമുണ്ട്. കാരണം നിങ്ങളൊരു മുൻവിധി വേണോ എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കുന്നത്. പക്ഷേ നമുക്കത് അനുഭവമാണ്. കാരണം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് മദ്യപന്മാർ അവരെ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുകയും അത് പോലീസ് സ്റ്റേഷനിൽ കേസാവുകയും അത് കോടതിയിൽ പോലും എത്തുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതേപോലെ പല ദിവസങ്ങളിലും പലപ്പോഴും ഇത്തരത്തിൽ സാഹചര്യമുണ്ട്. നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേസുകളിലേക്കോ മറ്റെങ്കിലോ പോകാതെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഈ ആളുകൾ നമ്മുടെ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. എപ്പോഴും നമ്മളൊരു സുരക്ഷാ ഭടന്മാരെ പോലെ ഈ നാട്ടുകാർ എപ്പോഴും കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കാവൽ നിൽക്കേണ്ട അവസ്ഥ ഈ ഒരു മദ്യവില്പനശാല വരുന്നതോടുകൂടി ഉണ്ടാകും. അതോടൊപ്പം പറയാനുള്ളത്, ചീമേനി ടൗണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 2000 ഹെക്ടർ മുകളിൽ റവന്യൂ ഭൂമി ഇവിടെ ഉണ്ട്. ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാം. പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു IT പാർക്ക് ഇവിടെ കൊണ്ടുവരും. അങ്ങനെ 110 ഏക്കറോളം ഭൂമി ഗവൺമെൻറ് ഏറ്റെടുത്തു. അവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മതിൽ കെട്ടി. അതിനുശേഷം ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. പിന്നെ ഒരുപാട് നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ വരുന്നു. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തുറന്ന ജയിൽ സ്ഥാപിച്ചു. ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തൊഴിലവസരങ്ങളും തുറന്ന ജയിലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇല്ല. ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് 6 മാസത്തിൽ കാലം ആയി. അപ്പോൾ ഞങ്ങളുടെ സമരം ഏകദേശം ഒരു വിജയം ആണെന്ന് ഞങ്ങളെ കണക്കുകൂട്ടൽ. ഞങ്ങൾ എന്ത് പ്രതിബന്ധങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ സമരം വിജയം വരെ ഉണ്ടാകും. ഒരുപാട് കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ രാത്രികാലങ്ങളിൽ ദൂര കോളേജുകളിൽ പഠിച്ചിട്ട് ഈ റോഡിലൂടെ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ മദ്യപന്മാർ ഇവിടെ വന്ന് അലസത കാട്ടിയാൽ കുട്ടികൾക്ക് കോളേജിൽ പോയി വരുമ്പോഴും പോകുമ്പോഴും ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഇപ്പം ബീവറേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉടമ ഈ നാട്ടുകാരനല്ല. അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിന് വാടക വാങ്ങുക എന്ന ഒറ്റ ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന് ഈ നാട്ടിന് വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാടക മാത്രമാണ്. അതുമാത്രമല്ല, അവിടേക്ക് ഒരു റോഡാക്കിയിട്ടുണ്ട്. അത് പ്ലാന്റേഷനിൽ കൈകയറിക്കൊണ്ടാണ് ആ റോഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തായാലും ഒരു പ്രതിഷേധകരമാണ്. അത് പ്ലാന്റേഷൻ ഇടപെട്ട് റോഡ് നിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ചുറ്റുവട്ടവും ഒരുപാട് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. സ്കൂളുകൾ വിദ്യാർത്ഥികൾ പോകുമ്പോൾ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമരം എന്ത് പ്രതിബന്ധങ്ങൾ നേരിട്ട് ആയാലും ഞങ്ങൾ ഈ സമരം വിജയം വരെ പട്ടിണി കിടന്നിട്ടായാലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചെടുക്കുന്നതിന് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മ വളരെയധികം സന്തോഷത്തോടെ ഈ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഞങ്ങൾ ഈ സമരം വിജയിക്കുന്നത് വരെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് രീതിയിലായിരിക്കും ഈ സമരം? ഇപ്പൊ നിലവിൽ സമാധാനപരമായ ഒരു സമരമായി മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോ ഈ പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അധികൃതർ പോകുന്നുണ്ട്. നിങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും സമരം? ഞങ്ങൾ ഇപ്പോൾ ഈ സമരം തുടരാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇപ്പം സമാധാനപരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അക്രമാസക്തമായ ഒരു സമരത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ചെയ്തു വന്ന പോലുള്ള സമരങ്ങൾ തന്നെ ഇനിയും തുടർന്ന് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് ഈ ബീവറേജിന് ലൈസൻസ് കൊടുക്കാതിരിക്കുക എന്നതാണ് ഞങ്ങളെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് ഇതിന് ലൈസൻസ് കൊടുക്കാണ്ടിരുന്നാൽ ഇവിടെ വരാതിരിക്കും. അത്
വേറെ ഒരു പ്രദേശത്ത് അതുപോലെ തന്നെ ഈ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പള്ളിപ്പാറ, കയ്യൂർ, പലവത്ത്, മറ്റുള്ള നെടുമ്പ ഈ പ്രദേശങ്ങളെല്ലാം ഒഴിഞ്ഞ ഒരുപാട് കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊന്നും പോകാതെ നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ഈ ചീമേനികൾക്ക് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ വരാൻ യാതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ബീവറേജ് വന്നാൽ ഞങ്ങൾക്കൊന്ന് സൗകര്യമായിട്ട് കിടക്കാനുമല്ല. ഞങ്ങൾ തൊട്ടടുത്താണ് വീട്. പിന്നെ മക്കളൊന്നുമില്ല, മക്കളെല്ലാം പുറത്തെ കല്യാണം കഴിച്ച് പോയതാണ്. അപ്പം നമുക്ക് വയസ്സന്മാരാണ് താമസിക്കുന്നത്. രാത്രിക്ക് കള്ളും കുടിച്ച് വന്നിട്ട് ശല്യങ്ങളുണ്ടാവും. പിന്നെ കുട്ടികൾ പോകുന്ന വഴിയാണ്, എല്ലാം കാടും പ്രദേശമാണ്. അതുകൊണ്ട് ഈ ബീവറേജ് വരുന്നതിന് നമുക്കെല്ലാം ഭയങ്കര എതിർപ്പാണ്. പറ്റൂല, നമ്മളെ വീട്ടിനടുത്തായതുകൊണ്ട് എവിടെയും കൊണ്ടുവച്ചോട്ടെ. അതായത് കൂടുതൽ ജനങ്ങൾ ഉള്ള സ്ഥലത്ത് ഇത് സ്ഥാപിക്കാതെ മറ്റു സ്ഥലത്തേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതെ, ഈ പ്ലാന്റേഷൻ്റെ കാടും ഇതുമാണ്. ഇതിനു മുമ്പും പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നെ കള്ളുകൂടിയന്മാർ ഈ കശുമാൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പിള്ളേർക്ക് നേരെ ആക്രമണം ഉണ്ടായിനി. ഇനിയിപ്പോൾ ഈ ബീവറേജ് തുടങ്ങിയാൽ ഇവർ പറങ്കാൻ്റെ കീഴിലായിരിക്കും വന്നിട്ട് കള്ളു കുടിക്കുന്നുണ്ടാവുക. പിള്ളേർക്കെല്ലാം വലിയ വിഷമമാണ്. ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവിടെ തൊട്ടടുത്താണ് ചീമേനി സ്കൂള്. ഇതിപ്പോ നിങ്ങൾ 100 ദിവസത്തിലധികമായി സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമോ? എന്താണ് നിങ്ങളുടെ പരിപാടി ഭാവിയിൽ? അതെ, കൊണ്ടുപോകണം തന്നെ നമ്മ വിചാരിക്കുന്നത്. ഇങ്ങനെ ഇത് വരുവാണെങ്കിൽ ഈ നിർദ്ദിഷ്ട മദ്യശാല ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും എങ്ങനെ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്ന ഒരു ഭൂമിയാണ് ചീമേനി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ പിന്നെയും ഇവിടെ കൊണ്ടുവരുമ്പം വീണ്ടും പല സംഘർഷങ്ങൾക്കെല്ലാം ഭാവിയിൽ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രയാസങ്ങൾ ഒരുപാട് പറഞ്ഞു. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഈ മദ്യശാല ഇവിടെ വരുമ്പോൾ? ഇല്ല, ഇവിടെ പറഞ്ഞാൽ പിന്നെ അടുത്ത് സ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും മറ്റെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഇതുവഴി യാത്ര ചെയ്യുന്ന, പിന്നെ ഈ മദ്യശാല ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ താമസമുണ്ട്. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് മറ്റെല്ലാം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതിനുശേഷം വരുന്ന മാലിന്യ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ദിവസങ്ങളോളം നമ്മൾ സമരം ചെയ്തിട്ടാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ആശങ്ക അവസാനിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം അതും വരുന്നത് ഇപ്പോൾ അതിനുശേഷം ഇവിടെ സ്ഥാപിച്ചത് സോളാർ പാർക്കിൻ്റെ ഇതാണ് സ്ഥാപിച്ചത്. ഇനിയും ഏക്കർ കണക്കിന് പ്ലാന്റേഷൻ ഭൂമി സോളാർ പാർക്കിന് വേണ്ടി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം ജനകീയമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള യാതൊരു പദ്ധതികളും ഇവിടെ വരുന്നില്ല. പകരം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് വരുന്നത്. ഇപ്പം വീണ്ടും നമ്മളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആണവ നിലയം ഈ ചീമേനിയിൽ ഈ റവന്യൂ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടത്. അതും നമ്മളെ സംബന്ധിച്ചുള്ള ആശങ്കയാണ്. കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ച ആളുകളാണ്. കാരണം വർഷങ്ങളോളം പ്ലാന്റേഷൻ ഭൂമിയിൽ എൻഡോസൾഫാൻ വിഷം അടിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴത്തുള്ള ഈ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് പല ആളുകളും അന്ധനും ബധിരനും മൂകനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ, ശാരീരികമായിട്ടുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ള ആളുകൾ, അവരൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അത്തരത്തിലുണ്ട്. അവരുടെ ചികിത്സാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ പലപ്പോഴും പണം പോലും കിട്ടാത്തൊരവസ്ഥ. അവരെ നോക്കാനായിട്ട് അവരുടെ അമ്മയും അച്ഛന്മാരായാലും വീട്ടിലെ ആളുകൾ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഒരുപാട് അനുഭവിച്ച ഈ ചീമേനിയുടെ മേലേക്കാണ് വീണ്ടും ഇത്തരത്തിലുള്ള വലിയ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ വീണ്ടും നമ്മുടെ ജീവിതത്തിന് വഴിമുടക്കുന്ന രൂപത്തിലുള്ള ഭീഷണികളാവുന്ന ഇത്തരം പദ്ധതികൾ യാതൊരു കാരണവശാലും ഈ ചീമേനിയിൽ അനുവദിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ മദ്യവിൽപ്പനശാലയ്ക്കെതിരെയല്ല. കാരണം ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം സ്ഥാപിക്കുമ്പോണ്ടാകും. കാരണം തൊട്ടടുത്ത് വീടുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒഴിഞ്ഞ പറമ്പുകൾ, കാരണം കുട്ടികൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം. അതുകൊണ്ടാണ്, അല്ലാതെ മദ്യത്തിൻ്റെ എതിരായിട്ട് സംസാരിക്കാൻ അങ്ങനെയൊന്നുമല്ല. കാരണം ഇതിന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെതിരെയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട്. കാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിലേ ആയിട്ട് സമരം ഇരുന്നത്. ഏകദേശം 192 ദിവസം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ റിലേ ആയിട്ട് ഇരുന്നിട്ടാണ് സമരം ചെയ്യുന്നത്. കാരണം അവരെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ഒരുപാട് പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിച്ച ആളുകളാണ് എല്ലാ ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരത്തിന് ഇത്രയും ആളുകൾ 100% ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്ത് വന്നാലും ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ആ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ മദ്യശാലയ്ക്ക് എതിരായ ആവാനുള്ള കാരണം ഒന്നാമത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു 5 മീറ്റർ ദൂരത്താണ്. അതുപോലെ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇവിടെ സർവകലാശാല ചീമേനി പാസ്സായതാണ്. അത് ഇവിടുന്ന് കൊണ്ടുപോയി പെരിയിൽ കൊടുത്തിട്ട് അതിന് പകരം 350 ഏക്കർ ചീമേനി കൊടുത്തു. അങ്ങനെയുള്ള ഒരു നല്ല പരിപാടിയും ചീമേനി കൊണ്ടുവരാണ്ട് ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊന്ന് ഈ നാടിനെ മുടിക്കാനുള്ള ഈ പരിപാടിക്ക് നമ്മൾ ഏറ്റവും അധികം എതിരാണ്. പിന്നെ അതുപോലെ മാലിന്യ പ്ലാന്റ് ജനങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമാണ്.
പിന്നെ സോളാർ പാനൽ ഒരാൾക്ക് തൊഴിൽ കിട്ടാത്ത അതെ അവർക്ക് 10, 350, 400 ഏക്കർ കൊടുത്തു. അതുപോലെ തുറന്ന ജയിൽ, അതും ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊന്ന് ഈ നാടിൽ നിന്ന് നശിപ്പിക്കാനുള്ള പരിപാടി ഗവൺമെൻറ് ഇതിൽ നിന്ന് ഒഴിവാക്കണം. നമ്മളെ മക്കളും അതുപോലെ ചുറ്റുപാടിലെ എല്ലാവരും കുട്ടികളും ഇവിടെ ചുറ്റുപാട് വിജനമായ ഒഴിഞ്ഞ സ്ഥലം, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ വെള്ളം കുടിയാൻ മാറി അവരെല്ലാം ഈ വെള്ളവും വാങ്ങിച്ച് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കുടിച്ച് നമ്മളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെയും അതുപോലെ ചെറിയ ചെറിയ ആൾക്കാരെല്ലാം അവർ പലതരത്തിലുള്ള ഉപദ്രവം. ഇതിന് മുമ്പേ 1-2 വർഷം മുമ്പേ ഇതേപോലെ വെള്ളം കുടിയന്മാർ പോയിട്ട് പലതരത്തിലുള്ള ദ്രോഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി ദ്രോഹമാണ് ഉണ്ടാവല്. പിന്നെ അതുപോലെ ഇവിടെ മേടമാസത്തിൽ ചീമേനി മുണ്ട എന്ന് പറഞ്ഞ ഒരു ഉത്സവമുണ്ട്. അത് 11 ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ, അതുപോലെ ഈ റോഡ് സൈഡിൽ ഒരു സൂചി കുത്താൻ വണ്ടി വെക്കാനോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഒരു തരത്തിലുള്ള പരിപാടി കൊണ്ടൊക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കാനുള്ള കാരണം. ഈ മദ്യവിൽപ്പനശാല ഇവിടെ വന്നാൽ എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്താണ്. ഞാനും ഭാര്യയും പ്രായമായ ആളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം നമുക്കാണ് ഉണ്ടാവുക. കാരണം രാത്രി 9 മണി വരെ പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് നമുക്കാണ് ഉണ്ടായാൽ പിന്നെ ഇതിലെ കൂടെ കുട്ടികളും എല്ലാം പോകുന്നതാണ്. സ്കൂൾ കുട്ടികൾക്ക് ഇതിനു മുമ്പേ ഇതിനെതിരായി നേരെ ആക്രമണമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് കുറച്ച് കഴിച്ചാൽ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് എന്തായാലും ഈ മദ്യവിൽപ്പനശാല ഈ ടൗൺ ഏരിയയിലെ ഈ 2 ബിൽഡിങ്ങിലും വേണ്ടാന്നില്ലാണ് നമ്മളെ ഇത് ഉറപ്പായ ഇത്. അപ്പം അത് വേറെ എവിടെയെങ്കിലും ജനവാസമല്ലാത്തടത്തേക്ക് മാറ്റി ഇത് സ്ഥാപിക്കുന്നതിന് നമുക്ക് എതിരല്ല. അതുകൊണ്ട് ഈ മദ്യവിൽപ്പനശാല ഈ പരിസരത്തിൽ ഇവിടുന്ന് എന്തായാലും മാറ്റണമെന്ന് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും സമരത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടർ അത്തരം അധികാരികൾക്ക് നിങ്ങൾ ഈ സംഭവം അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? ജില്ലാ കളക്ടർ, എക്സൈസ് കമ്മീഷണർ എല്ലാവർക്കും നമ്മൾ ആദ്യം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വിശദമായിട്ട് അതിൻ്റെ ഇതൊന്നും കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. എല്ലാവർക്കും പരാതി കൊടുത്തിന് ആദ്യം തന്നെ, എന്നിട്ടാണ് നമ്മൾ സമരത്തിന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ എന്തായാലും ഈ സമരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. എത്ര ദിവസമായാലും നമ്മൾ അതിനെല്ലാം തയ്യാറായിട്ട് തന്നെ ഉള്ളത്. തികച്ചും സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് ഇപ്പോൾ അങ്ങേയറ്റം ആശങ്കയിലുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.